കാണാനില്ല. അയ്യോ ഇനി ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞു മാല ഇട്ടായിരുന്നോ? ഞാൻ 2 മാല ഇട്ടു. ഇപ്പൊ നോക്ക്. അയ്യോ എന്താ എന്റെ ഫോണും കാണാനില്ല. അത് പോയോ? ചേട്ടന്റെ ഫോണും പോയോ? ഫോണും കാണാനില്ല. അത് റൂമിൽ കാണും അത്. ഇല്ല ഇപ്പൊ ഫോൺ ചെയ്ത് ഞാൻ ഇവിടെ വച്ചതേ ഉള്ളൂ കുറച്ചു മുമ്പ്. അതെങ്ങനെ പോവാനാ? ഇത് ആരാത് ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോവാനായിട്ട്? മീനുട്ടാ, എന്തോ ഇപ്പൊ യാമിയുടെ മാലയും പോയി, മധുവിന്റെ ഫോണും പോയി. ആ ഇതൊരു നോർമൽ സംഭവമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എന്റെ വല്ലതും പോയിട്ടുണ്ടോ നോക്കട്ടെ. അയ്യോ എന്റെ മെറ്റാ ക്ലാസ് കാണുന്നില്ല. ബാഗിൽ തപ്പി നോക്കിയേ. അതും പോയോ? ഇല്ല. രാഘു, നമുക്ക് പോലീസിനെ വിളിക്കാം. അതാരാ ഇത്? ആണോ? ഇതാരാത്? മാധവൻ, മീശ മാധവൻ. ഇവൻ തന്നെ ആയിരിക്കും എല്ലാം മോഷ്ടിച്ചത്. മോളെ മിനുട്ടി, എന്തോ പുറത്ത് കിടക്കുന്ന മഞ്ഞക്കാറ് മോളുടെയാണോ? എന്റെ കാറിൽ വല്ലതും തൊട്ടാലില്ല. മീശ ഞാൻ പറിച്ചെടുക്കും കേട്ടോ. മതങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പം പാപ്പച്ചി കളിക്കുവാ. മിക്കവാറും ഞാൻ തന്നെ ഈപ്പൻ പാപ്പച്ചി ആവേണ്ടി വരും. എവിടെ എന്റെ ഫോൺ? എന്റെ മെറ്റാ ക്ലാസ്. എന്റെ കാറ്. മാധവൻ കള്ളനാ. പക്ഷെ ഇതുപോലത്തെ ചീള് സാധനങ്ങളൊന്നും മാധവൻ കക്കാറില്ല. എവിടെയെങ്കിലും പോയി വിറ്റ് കാണും അത്. ഞാൻ പറഞ്ഞല്ലോ മാധവൻ കള്ളനാ. പക്ഷെ മാധവൻ കട്ടത്തൊന്നും ഈ സ്റ്റുഡിയോ വിട്ട് പുറത്തു പോയിട്ടില്ല. എടാ, നിന്ന് കഥാപ്രസംഗം നടത്താതെ എന്റെ മെറ്റാ ക്ലാസ് താടാ. മാധവൻ എങ്ങനെയാ കള്ളനായെന്ന് ചേച്ചിക്ക് അറിയാമോ? ഓരോ സ്റ്റേജുകൾ മാറി മാറി പാട്ട് പാടി നടന്ന ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല. അറിയിച്ചിട്ടില്ല. കൺമണിയുടെ പാട്ട് പഠിക്കുന്ന ഫോൺ പൊട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോ അവൾക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ മധുവങ്ങളുടെ ഫോൺ എടുത്തത്. ധനശ്രീയുടെ അടുത്ത പാട്ടിന് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആര്യ ചേച്ചിയുടെ മെറ്റാ ഗ്ലാസ് എടുത്തത്. എന്റെ ഗ്ലാസ് മാല. വാസുകിയുടെ കുഞ്ഞനിയത്തിക്ക് ഒരു മാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചത് കൊണ്ടാ അവളുടെ കരച്ചിൽ നിർത്താനാണ് ഞാൻ നിന്റെ മാല എടുത്തത്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കള്ളൻ എന്ന വിളി മാത്രമാ ബാക്കി. സോറി മാധവേട്ടാ. നീയും അവരുടെ കൂടെ ചേർന്ന് എന്നെ കള്ളാന്ന് വിളിച്ചില്ലേ? ഞാൻ അതിന് സോറി പറഞ്ഞല്ലോ. ഞാൻ പോകുക. എംജങ്ങളെ, മധുവങ്ങളെ, ആര്യ ചേച്ചി, മീനുട്ടി ചേച്ചി, ഞാൻ പോകുക. അയ്യോ പോവല്ലേ. ഇത് ഊരാനാ. ഇത് ഊരാനാ. അയ്യോ വെറുതെ ആയിരുന്നേ. സന്തോഷയോ? അടിപൊളി. കിടിലൻ രണ്ടുപേരും. അടിപൊളിയാണല്ലോ രണ്ടുപേരും. എംജങ്ങള് ആന്ന് പറഞ്ഞില്ലേ? ഇനി ലാസ്റ്റ് മിഠായി മഴയ്ക്ക് മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന്. മീശമാധവന് ഗിഫ്റ്റ് മീശമാധവന് കൊടുത്താ കട്ടുകൊണ്ട് പോകും. ഗിഫ്റ്റ് ശരിക്കും പറഞ്ഞാ ഞാൻ മറന്നു. ചേച്ചി അയ്യോ എന്തിനാ? അടുത്ത പ്രാവശ്യം കൊണ്ടുതരാം. കൊണ്ടുവരാം. സത്യം പറ. സത്യം. അതെന്താ ഇപ്പൊ നവനീത് കൂട്ടനല്ലോ, ഇപ്പൊ മീശ മാധവനല്ലേ. അപ്പൊ എങ്ങനെ ഈ കള്ളന് ഗിഫ്റ്റ് കൊടുക്കാം? ശരിക്കും പറഞ്ഞാ ഞാൻ ദാ ഈ മാസ്ക് മാറ്റിയ നവനീത് അല്ല, അടുത്ത പെർഫോമൻസിന് വരുമ്പോ നവനീത് കൂട്ടനാണല്ലോ. അപ്പൊ തരും അല്ലേ? അതെ അതെ. വേണ്ട, ഇന്നത്തെ എപ്പിസോഡില് ഇന്ന് തന്നെ വേണോ? അത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോ കൊണ്ടുതരാം. ഇന്ന് കിട്ടിയില്ലെങ്കിൽ രാകേഷ് അങ്കിൾ ഒന്ന് തപ്പി നോക്കട്ടെ. അല്ലേ രാകേഷ്? അല്ലേ രാകേഷ് അങ്കിൾ?